ഞാൻ മുസ്തഫ ജമാൽ വെട്ടം. നമ്മുടെ പ്രിയപ്പെട്ട സഖാവ് പിണറായി വിജയൻ മകൻ വിവേകിനെതിരെ വന്ന ഒരു സമൻസിനെ കുറിച്ച് പത്രക്കാരോട് പറഞ്ഞ ചില വാക്കുകൾ അതൊന്ന് നമുക്കൊന്ന് കേൾക്കാം. ക്ലിഫ് ഹൗസിൽ എത്ര മുറിയുണ്ട് എന്ന് പോലും അവനറിയാൻ സംശയമാണ്. അതാണ് എന്റെ മകന്റെ പ്രത്യേകത. ഏതച്ഛനും ഏത് മകനെ കുറിച്ച് അഭിമാനബോധം ഉണ്ടാവും. പക്ഷേ എന്റെ അഭിമാനബോധം പ്രത്യേക തരത്തിലുള്ളതാണ്. ഒരു ദുഷ്പേരും എനിക്കുണ്ടാക്കത്തക്ക രീതിയിൽ എന്റെ മക്കള് ആരും പ്രവർത്തിച്ചിട്ടില്ല. നമ്മൾ ഇത്തരക്കാരെ നാട്ടിൽ വിളിക്കുന്ന ഒരു പേരുണ്ട്, സ്വയം പൊക്കി എന്നുള്ളത്. ഇതിൽ നിന്നൊക്കെ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ സഖാക്കള് പാർട്ടിക്ക് വേണ്ടി അടിയും അതുപോലെ തന്നെ പ്രതിഷേധങ്ങളും സമരങ്ങളും വഴിതടയിലും അതിന്റെ പേരിൽ പോലീസിൽ നിന്നൊക്കെ അടി കിട്ടുന്ന ഒരുപാട് സാധാരണക്കാരായ CPM-ന്റെ പ്രവർത്തകരുണ്ട്. അവർക്കും കൂടി ഇതൊരു ബാധകമാണ്. കാരണം അവരെയും അവരെ അച്ഛനെ കുടുംബങ്ങളെ വരെ ഇതിൽ പ്രതി ചേർത്തിട്ടാണ്, മോശക്കാരാക്കിയിട്ടാണ് നമ്മുടെ പിണറായി വിജയന് ഈ സംസാരിക്കുന്നത്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എൻ്റെ മകനും തെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ തെറ്റ് ചെയ്തവരാരാണ്? നിങ്ങളെപ്പോലുള്ള സാധാരണക്കാരാണ്. പെറ്റി കേസിലായാലും പോലീസ് സ്റ്റേഷനിലായാലും കുടുംബത്തിനും നാട്ടുകാർക്കൊക്കെ ഈ ചീത്തപ്പേരുണ്ടാക്കിയത് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. പിന്നെ നമുക്ക് മറ്റൊന്നും കൂടി ഇതിൽ മനസ്സിലാക്കാനുണ്ട്. കാരണം പറയാതെ പറഞ്ഞു എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം, അച്യുതാനന്ദ മകൻ പിന്നെ അരുൺകുമാർ, അദ്ദേഹത്തെക്കുറിച്ചൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായതാണ്. അതുപോലെ തന്നെ നമ്മുടെ മരിച്ചുപോയ കൊടിയേരി ബാലകൃഷ്ണന്റെ മക്കളായ ബിനീഷ് കൊടിയേരിയും ബിനോയ് കൊടിയേരിയും, ഈ രണ്ടുപേരെയും മനസ്സിൽ വെച്ചിട്ടുണ്ടാണെന്ന് നമ്മുടെ പിണറായി വിജയന് ഈ സംസാരിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും അത് ആരെക്കുറിച്ചായിരിക്കും എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചാൽ അതിൻ്റെ ഉത്തരം കിട്ടും എന്നുള്ളതാണ്.